ഹായ്, ഞാൻ ഒരു ടൊമാറ്റോ റൈസാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയുടെ ഒപ്പം തന്നെ ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏതെങ്കിലും ഒഴിച്ചാൽ മതി. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ജീരകം ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റുക. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിയുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ചേർക്കുക. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക. ഇനി ഈ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ആ ചോറിലേക്ക് ഉപ്പിട്ടുണ്ട്. ഇതിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റണം. എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. ഇപ്പം ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.